വയനാടിന് കേന്ദ്ര സഹായം നൽകാത്തതിൽ വിമർശനവുമായി മുഖ്യമന്ത്രി. കേരളം ഇന്ത്യക്ക് പുറത്താണോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. വയനാട്ടിൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ സഹായം ലഭിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. വയനാടിന് ശേഷം ദുരന്തമുണ്ടായ മറ്റു സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സഹായം നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മളെന്താ ഇന്ത്യക്ക് പുറത്തുള്ളവരാണോ? ഈ കേരളം എന്നത് പൂർണ്ണമായി തള്ളപ്പെടേണ്ട ഒരു സംസ്ഥാനമാണോ? എന്തേ നമുക്കുള്ള കുറവ്? ഈ ഒരു ദുരന്തം ഒരു നാടിന് സംഭവിച്ചാൽ ആ നാടിന് ഒറ്റക്കതെല്ലാം നിർവഹിക്കാൻ കഴിയില്ല. അതിന് സഹായം വേണം, പിന്തുണ വേണം. ഇപ്പൊ നമ്മുടെ ദുരന്തം വന്നതിന് ശേഷം മറ്റു ചില സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടായി. ആ സംസ്ഥാനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കേന്ദ്രം ധനസഹായം അനുവദിച്ചു. നല്ല കാര്യം, നമ്മളതിനെതിരല്ല. പക്ഷെ ആ സഹായം നമുക്കും ലഭിക്കണ്ടേ? വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ 2 ആഴ്ചക്കകം തീരുമാനമെടുക്കുമെന്ന് ഹൈക്കോടതി. ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാതിരുന്നിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് നിർദ്ദേശം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം കേരളത്തെ അറിയിച്ചിരുന്നു. നിലവിലെ മാനദണ്ഡങ്ങൾ ഇത് അനുവദിക്കുന്നില്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് വ്യക്തമാക്കിയത്. ഡൽഹിയിൽ കേരളത്തിന്റെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി KV തോമസിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ആവശ്യത്തിന് ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ കത്തിൽ പറയുന്നത്. അതേസമയം അതിതീവ്ര ദുരന്തമാണോ എന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ഉന്നതതല സമിതി യോഗം ചേർന്നിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. അതുകൊണ്ടാണ് അന്തിമ തീരുമാനമെടുക്കാൻ വൈകുന്നതെന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. കേന്ദ്രം തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കണമെന്ന് അമിക്കസ് ക്യൂറി രഞ്ജിത്ത് തമ്പാൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. 2 ആഴ്ചയ്ക്കകം അന്തിമ തീരുമാനമുണ്ടാകണമെന്ന് കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി. കേസ് വീണ്ടും അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കും. അതേസമയം വ്യക്തികൾക്ക് നൽകുന്ന സഹായം 1 മാസത്തേക്ക് കൂടി നീട്ടിയെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.